ഡെങ്കിപ്പനി നഗരസഭാ അനാസ്ഥയ്ക്കെതിരെ CPIM പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലയിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും കളമശ്ശേരി നഗരസഭാ അധികൃതർ പുലർത്തുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് CPIM പ്രതിഷേധം സംഘടിപ്പിച്ചത്. കളമശ്ശേരി വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPIM ഏരിയ സെക്രട്ടറി KB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കടന്നാലുള്ള അവസ്ഥ എന്താ? പുതിയ റോഡ് പാലം കടന്നാലുള്ള അവസ്ഥ എന്താ? ഊക്കുമ്പത്ത് വേണം പോകാൻ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കളമശ്ശേരി എത്തുമ്പോഴത്തേക്കും ഒരു 10,000 ചാക്കുകളുണ്ട് കെട്ടിക്കൊണ്ടുവന്ന് റോഡിന്റെ അരികിൽ നിക്ഷേപിച്ചേക്ക് മാലിന്യം. കാനകളാണെങ്കിൽ മുഴുവൻ വൃത്തികളാണ്. ഈ നഗരസഭാ ഭരണം മനുഷ്യനെ കൊല്ലാനുള്ള ഉപാധിയാക്കി മാറ്റാതെ മനുഷ്യ സേവനത്തിന് സന്നദ്ധമാകാൻ ഭരണകൂട പ്രതിനിധികൾ തയ്യാറാവണമെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ പറഞ്ഞു. എത്ര പേരാണ് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ളത് എന്നുള്ള കണക്കുണ്ടോ? ഈ നാടിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന ഭരണകൂടം എന്ന നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് എന്തെങ്കിലും ഡാറ്റ ഈ നാടിനകത്ത് മനുഷ്യർക്ക് ദുരിതമുണ്ടാകുന്നത് സംബന്ധിച്ചുണ്ടോ? അതെങ്ങനെയാണ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസവും വരുമ്പോൾ സെക്രട്ടറി ഇല്ല, ഇന്ന് വരുമ്പോഴും സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ആരാ? സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള സെക്രട്ടറി. ആ സെക്രട്ടറി ഇവിടെ വന്നിട്ട് ഇവിടെ സൂപ്പർ ചെയർമാന്റെ തീട്ടൂരങ്ങൾക്ക് വിധേയമായി അവർക്ക് കീശ വീർപ്പിക്കുന്നതിനുള്ള ഉപാധികൾ കണ്ടെത്തി അതിന് മാത്രമുള്ള പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്തു. മനുഷ്യന്റെ ജീവൻ എന്തുവില? ഇപ്പൊ നോർത്ത് കളമശ്ശേരിയിൽ മാത്രമല്ല, ഈ നഗരസഭാ കൗൺസിൽ പരിധിക്കകത്ത് വിവിധ കേന്ദ്രങ്ങൾ എടുത്താൽ, വിവിധ വാർഡുകൾ എടുത്താൽ ആയിരക്കണക്കിന് മനുഷ്യൻ ദുരിതമനുഭവിക്കുന്നു പകർച്ചവ്യാധികൾ കൊണ്ട്. എന്തുകൊണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു ഹരിത കർമ്മസേനയുണ്ട്. സംസ്ഥാന സർക്കാർ പണം കൊടുത്തതാണ്. ഈ ഹരിത കർമ്മസേന എങ്ങനെയാണ് കളമശ്ശേരിക്കകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് എന്തെങ്കിലും കണക്ക് ഈ കളമശ്ശേരി നഗരസഭയ്ക്ക് എത്തുന്നുണ്ടോ? എത്ര തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നു? ഹരിത കർമ്മസേനയ്ക്ക് ആരാണ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ? അങ്ങനെ ഒരു കണക്കും കയ്യുമില്ലാത്ത, ഇങ്ങനെ പണമെടുത്ത് വെറുതെ ദുർവ്യയം ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമായി കളമശ്ശേരി നഗരസഭാ ഭരണം മാറുന്നു. ഞങ്ങൾ ഉത്തരവാദിത്തോട് പറയുന്നു, ഇതിന് കയ്യും കണക്കുമില്ലാതെ ഈ നഗരസഭയിൽ നിന്ന് കൊള്ളയടിക്കുന്ന പണം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അങ്ങനെ കണക്ക് പറയേണ്ടുന്ന നിലപാട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും CPIM എടുക്കും എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ എല്ലാ ദിവസവും വന്ന് കളമശ്ശേരി നഗരസഭയ്ക്ക് മുമ്പിൽ സമരം നടത്തി ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും എന്ന് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും കരുതണ്ട. നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ന് കൊടിവെച്ച കാല ആളുകൾ നാളെ ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾ ഈ കളമശ്ശേരി നഗരസഭയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചോ. പണ്ട് കാലത്ത് ഇതുപോലെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ച ഉദ്യോഗസ്ഥർ ഇന്നും പെൻഷൻ വാങ്ങാത്ത ആളുകളുണ്ട്. ഈ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺമാർ വിജിലൻസ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുടെ അനുഭവം കളമശ്ശേരി നഗരസഭയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണം ഇങ്ങനെ മനുഷ്യനെ കൊല്ലാനുള്ള ഉപാധിയാക്കി മാറ്റാതെ മനുഷ്യ സേവനത്തിന് സന്നദ്ധമായി ഇവിടുത്തെ ഭരണകൂട പ്രതിനിധികൾ തയ്യാറാകണമെന്നാണ് LDF-ന് ആവശ്യപ്പെടാനുള്ളത്. പലവട്ടമായി ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള ഉപകരണം ടെൻഡർ നടത്തി ഇഷ്ടമുള്ള ആളുകളിൽ നിന്ന് വാങ്ങി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉറവിട മാലിന്യ സംസ്കരണം നടക്കുന്നില്ല. ഉറവിട മാലിന്യ സംസ്കരണം നടക്കാതെ മാലിന്യം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്ത് അവർക്ക് പണം കൊടുത്ത് അവരുമായുള്ള കൂട്ടുകെട്ടുണ്ടാക്കി പോകുകയാണ്. വീടുകളിൽ വന്ന് ബെല്ലടിച്ച് വേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉറവിട മാലിന്യ സംസ്കരണം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന, അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു നഗരസഭയായി കളമശ്ശേരി നഗരസഭ മാറിയിരിക്കുന്നു. ന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമര പരിപാടിയുമായി മുന്നോട്ട് വരുമ്പോൾ തന്നെ നഗരസഭാ ചെയർമാനും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അടക്കമുള്ള ആളുകൾ, സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ഹെൽത്ത് സൂപ്പർവൈസർ അടക്കമുള്ള ആളുകൾ ഇന്ന് ഏതോ ഒരു മീറ്റിംഗ് പറഞ്ഞുകൊണ്ട് ഈ കളമശ്ശേരി നഗരസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിലുള്ള കളമശ്ശേരിയിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്ന ഈ ഭരണാധികാരികൾക്കെതിരായി LDF നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നഗരസഭാ കവാടത്തിൽ
ഉപരോധം ഏർപ്പെടുത്തി. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള വിവിധ ഇനം പനികൾ പടരുമ്പോഴും കൊതുക് നിയന്ത്രണത്തിനായി നഗരസഭാ വാർഡുകളിൽ ഫോഗിംഗ്, മരുന്നടിക്കൽ എന്നിവ കൃത്യമായി നടത്താൻ ഇതുവരെയും തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം യൂസഫ്, എ സക്കീർ ഹുസൈൻ, പി എം മുജീബ് റഹ്മാൻ, ടി എ അസൈന, ടി രതീഷ്, കൗൺസിലർ സലീം പതുവന, മറ്റ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.